നമ്മുടെ തുടർന്നുള്ള അല്പസമയത്തെ ധ്യാനത്തിന് ആധാരമായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഓരോ വേദഭാഗങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നു. ആദ്യത്തേത് സംഖ്യാപുസ്തകം, അതിന്റെ 1-ാമത്തെ അധ്യായം. സംഖ്യാപുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം, അതിന്റെ 3-ാമത്തെ വാക്യം. മതി. ഇനി 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 2, 3 വാക്യം. അടുത്ത് അടുത്ത് ഞങ്ങളുടെ നല്ല കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഞങ്ങളപ്പച്ചന്റെ പൊന്നുനാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വിശുദ്ധ ദിവസമാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലം തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങൾ ആരാധന കൊണ്ട് നേടിയെടുത്തതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നന്മകൾ അനുഭവിപ്പാൻ അവിടെ നെടിയാക്കിയല്ലോ കർത്താവേ. ഞങ്ങളൊക്കെ ഇറങ്ങിത്തിരിച്ച കാലം ഞങ്ങൾ നന്നായിട്ട് ഓർക്കുന്നു. ഞങ്ങളെ മറ്റുള്ളവർ നിന്ദിച്ച കാലം, പഴിച്ച കാലം, ഞങ്ങളുടെ കർത്താവെ ഭിന്നതയുടെയും പ്രയാസത്തിനും നടുവിലൊക്കെ ആകുലപ്പെട്ട സമയങ്ങളെല്ലാം ഞങ്ങൾ നന്നായിട്ട് ഓർക്കുന്നു. അതേ കർത്താവെ, അതിന്റെ എല്ലാം നടുവില് ഞങ്ങൾ നിർത്തിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സകല ബഹുമാനവും അർപ്പിക്കുന്നു. വളരെ ചാരിതാർത്ഥ്യത്തോടെ ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുമ്പോൾ ഞങ്ങൾ പണ്ടർപ്പിച്ചതിനേക്കാൾ നല്ലൊരു യാഗം അർപ്പിക്കുവാൻ, ഞങ്ങളുടെ ദൈവത്തെ പണ്ട് ആരാധിച്ചതിനേക്കാൾ അധികം ശക്തിയോടെ ആരാധിപ്പാൻ, ഞങ്ങളിൽ മുടങ്ങിക്കിടക്കുന്നത്, ഞങ്ങളിൽ അടഞ്ഞുപോയത്, ഞങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുന്നത് ഒക്കെ ഈ ദിവസങ്ങളില് കർത്താവെ നീ അവിടുന്ന് നന്മ തന്ന് മാനിക്കണമേ. അതെ, സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ തന്നെ നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിനങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം നീ ഞങ്ങളെ വീണ്ടും ഒന്ന് സന്തോഷിപ്പിക്കണമേ കർത്താവെ. ഞങ്ങളൊന്ന് പുതുക്കപ്പെടുവാനിടയാക്കണമേ. ഇന്ന് പകലിൽ ഞങ്ങൾ ഇവിടെ പ്രാപിക്കുന്നത് ഈ ആഴ്ച മുഴുവൻ നിൽക്കേണ്ടതാണല്ലോ. ഞങ്ങളുടെ ഇപ്പോഴത്തെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ അത് വളരെ അത്യാവശ്യമാണെന്നുള്ളത് ഞങ്ങൾ നന്നായിട്ട് അറിയുന്ന കർത്താവെ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ മാത്രമല്ല, ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന കുടുംബത്തില്, ഞങ്ങളുടെ തലമുറകളില്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരില് ഒക്കെ ഇതിന്റെ ശക്തി വ്യാപിക്കണമേ കർത്താവെ. രോഗാകുലരായി വേദനപ്പെടുന്നവര്, കർത്താവെ മനസ്സ് മടിച്ചിരിക്കുന്നവര്, ആത്മീയമായി ചൈതന്യപ്പെടുവാൻ കഴിയാതിരിക്കുന്നവര്, എല്ലാവരിലേക്കും ഈ കൃപ ഇന്ന് പകലിൽ ഒഴുകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആലയം പുക കൊണ്ട് നിറയട്ടെ, ദൈവ തേജസ് ഇവിടെ ഇറങ്ങി വരട്ടെ, പരിശുദ്ധന്റെ സാന്നിധ്യം ഓരോരുത്തരുടെ മേലും വ്യക്തമായി അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണമേ. ആ സ്പർശനത്തിന്റെ കീഴിൽ ഞങ്ങൾ പുതുക്കപ്പെടുവാൻ ഇടയാക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആത്മാവിന്റെ ചൈതന്യത്തിൽ ദാനിയേലിനെ ഇരുത്തിയതുപോലെ, എസെക്കിയേലിനെ ഇരുത്തിയതുപോലെ, അപ്പോസ്തലന്മാരെ ഇരുത്തിയതുപോലെ, ആദിമസഭയെ ഇരുത്തിയതുപോലെ ഞങ്ങളെ ഇരുത്തുമാറാകണമെന്ന് അടിയങ്ങളപ്പച്ചനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി കർത്താവെ 7 വായിലെ വാക്കുകളോ അടിയന്റെ ഹൃദയത്തെ ധ്യാനമോ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തും, പുത്രനെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദിയോട് സ്തോത്രം. രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.
വളരെയേറെ പ്രബുദ്ധരായ ആത്മീയ പക്വതയുള്ള അളവറ്റ ദൈവകൃപ അനുഭവിക്കുന്ന വാത്സല്യനിധികളായ ഈ സഭയിലെ എൻ്റെ പിതാവിൻ്റെയൊക്കെ പ്രായമുള്ള അപ്പച്ചന്മാരായ ദൈവമക്കള്, അമ്മച്ചിമാരായ ദൈവമക്കള്, സഹോദരി സഹോദരന്മാര്, കുഞ്ഞുങ്ങള്, യുവാക്കന്മാർ, യുവതികള്, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ വിലയേറിയ നാമത്തില് എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ പല നാളുകളായിട്ട് ഈ സഭയില് കടന്നുവരുവാൻ തക്കവണ്ണം, അല്പസമയമെങ്കിലും വചനം ശുശ്രൂഷിക്കാൻ തക്കവണ്ണം ഒക്കെ കർത്താവ് സാവകാശം ഒരുക്കി. ഇന്ന് നിങ്ങളോടൊപ്പം സഭായോഗത്തില് മൊത്തം സമയമായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഒരു സാവകാശം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് 3 സഭകളിലാണ് സഭായോഗം കൂടിയത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങള് കഴിഞ്ഞ ആഴ്ച ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു പിടിവാശി പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് വേറെ എങ്ങും പോകണ്ടെന്ന് വെച്ചത്. അതുകൊണ്ട് ഈ സഭായോഗത്തിൽ നിങ്ങളോടൊപ്പം ആദ്യോടന്തമായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആ രീതിയിൽ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഒരു പ്രബോധനമാണ് കർത്താവിന്റെ ദാസൻ വി വർഗീസ് അവറുകൾ നമുക്ക് നൽകി തന്നത്. എത്ര പേർക്കത് മനസ്സിലായി എന്നുള്ളത് ശ്രദ്ധിച്ചവർക്ക് കുറെ കൂടെ ഇരുത്തി ചിന്തിക്കാൻ അത് കാരണമാക്കുമെന്ന് ഞാൻ വിചാരിക്കും. പൂവിറ്റിടത്ത് പുല്ല് വിൽക്കുന്ന പരിപാടി ഇന്ന് മിക്കവാറും എല്ലായിടത്തും കാണാൻ തക്കവണ്ണം കഴിയും. എന്തേലും വിൽക്കുക. സ്തോത്രം. ശൂന്യമാക്കുന്ന നമ്മൾ അയച്ചതാ ഷാപ്പിലോ വല്ല ജയിലിലോ കിടക്കേണ്ടത്. പക്ഷെ അതൊക്കെ വന്ന് ആരാധനയ്ക്കകത്തിരിക്കുകയും ആരാധിക്കുകയും പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു വിരോധാഭാസം. പ്രൈസ് ദി ലോർഡ്. അവരുടെയൊക്കെ ആ തന്റെടോ മനസാക്ഷി എത്ര കടുപ്പമാണ്. ഇത് നമ്മളാരും പറഞ്ഞതല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ശൂന്യമാക്ക നമ്മളേച്ചതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 in 1, ബൈ 1 ഗെറ്റ് 1 അല്ല, 2 in 1. ലോകത്തിൽ ഇറങ്ങിയാൽ അതിന്റെ മൊത്തം അനുഭവിക്കാൻ എനിക്ക് അനുവാദം. ആത്മീയത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അഴിഞ്ഞാടാനുള്ള അനുവാദം. ഇതിനൊക്കെ പെർമിഷൻ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സഭ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തികച്ചും വേദനാജനകമായ കാര്യമാണ്. എന്നാൽ ഇത് അസ്തമിക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി സഭയ്ക്കകത്ത് നിറഞ്ഞു കവിയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഈ അഹരോന്റെ 2 മക്കളെ അന്യാഗ്നി കത്തിച്ചത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഒരു പ്രയോഗമുണ്ട് അവിടെ. എന്ത് ചെയ്തു? ദഹിപ്പിച്ചു കളഞ്ഞു. കൺസ്യൂംഡ്, ദഹിപ്പിച്ചു കളഞ്ഞു. പക്ഷെ കുറെ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അവരെ 2 പേരെയും കൂടി എടുത്തുകൊണ്ട് പോയി കുഴിച്ചിട്ടുന്ന. പ്രൈസ്തലോ. പിന്നെ ദഹിപ്പിച്ചാൽ പിന്നെ ചാരല്ലേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ദഹിപ്പിച്ചാൽ പിന്നെ അവൻ ചത്തുപോകുന്നതിന്റെ അർത്ഥം. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൈവം ഈ ദിവസങ്ങളിൽ സഭയെ ശുദ്ധീകരിക്കട്ടെ. ദൈവം ഈ ദിവസങ്ങളിൽ സഭയെ എല്ലാ അഴുക്കും മാറ്റി, എല്ലാ തകരാറും മാറ്റി ശുദ്ധിയുള്ളതാക്കി തീർക്കട്ടെ. അതിനുവേണ്ടി നമ്മെ ദൈവം ഒരു പ്രാർത്ഥന വീരന്മാരാക്കി മാറ്റട്ടെ. കർത്താവിന് മഹത്വം. അതല്ലാതെ നമുക്ക് ഇതിന് വേറെ പോംവഴിയില്ല. ഞാൻ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഞാൻ വീണ്ടും എൻ്റെ വാക്കുകൾ വിഷയാധിഷ്ഠിതമാക്കി തീർക്കുവാൻ ബന്ധപ്പെടുന്നു. കർത്താവിന് സ്തോത്രം. ഇന്നലെ പകലും രാത്രിയും ഒക്കെ ശുശ്രൂഷ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ നമ്മുടെ ചർച്ച കൊണ്ട് ഏറ്റവും വലിയ സഭയിലാണ് ശുശ്രൂഷിച്ചത്. അവരുടെ വചനം കേൾക്കാനുള്ള ആവേശം കണ്ടപ്പോൾ ഞാനും എൻ്റെ മാക്സിമം ബലം ഉപയോഗിച്ച് നന്നായിട്ട് ദൈവവചനം ശുശ്രൂഷിക്കാൻ തക്കവണ്ണം ശക്തിയിലും ശബ്ദത്തിലും ദൈവവചനം ശുശ്രൂഷിക്കാൻ ഇടയായി തീർന്നു. അതിൻ്റെതായ ഒരു ചെറിയ കിറുകിറുപ്പും മുറുമുറുപ്പും ഒക്കെ എൻ്റെ തൊണ്ടയ്ക്കും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യവും ഈ സംസാരത്തിൽ നിന്ന് ഈ കിടുങ്ങൽ ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഒരു ഭംഗം വരാതിരിക്കാൻ നിങ്ങളുടെ അതിരത്തിൽ നിന്ന് വീഴുന്ന സ്തോത്രം തമ്പുരാൻ ഒരു ബലമാക്കി തീർക്കുമെന്നുള്ളതിന് സ്തോത്രം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. 22ാം സങ്കീർത്തനമാണ് പാസ്റ്റർ പ്രസംഗിച്ചത്. അതിന്റെ ബാക്കി അങ്ങ് പ്രസംഗിക്കണമെന്ന് എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച 22-1 പാസ്റ്റർ പ്രസംഗിച്ച് കാണും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്, എന്നെ കൈവിട്ടതെന്ത്. സ്തോത്രം. നീ എന്നെ കൈവിട്ടതെന്ത്. മകന്റെ എപ്പോഴുമുള്ളൊരു ആശ്രയം എന്നാണെന്നറിയാമോ? ഒന്നുകിൽ അപ്പൻ കൈപിടിക്കണം, അല്ലെങ്കിൽ അപ്പന്റെ കൈപിടിക്കണം, അല്ലേ? പ്രൈസ്തലോ. അതൊരു മകന്റെ ആവേശമാണ്. മകൻ കുഞ്ഞായിരിക്കുമ്പോൾ അവന്റെ കൈ അപ്പൻ പിടിക്കണം. അവൻ ബലിഷ്ഠനായി കഴിഞ്ഞാൽ അവന്റെ ഒരു പ്രത്യേക പരിഗണന അപ്പനോടൊപ്പം ഉണ്ടായിരിക്കണം. ക്രിസ്തലോ, അല്ലേ? യോഗം കഴിഞ്ഞാൽ മകനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓടി വന്ന് അപ്പച്ചനെ പതുക്കെ പിടിച്ച് എഴുന്നേപ്പിച്ച് ബലക്ഷയമായിക്കൊണ്ടിരുന്ന ഞരമ്പുകളും എല്ലുകളും ഒക്കെയുള്ള അപ്പച്ചൻ എന്ത് ചെയ്യുന്നു? പതുക്കെ ഒന്ന് താങ്ങി. കൊച്ചുമോനാണെങ്കിൽ ഓടി വന്ന് ആ ബൈബിളൊക്കെ പിടിച്ച് അപ്പച്ചനെ പതുക്കെ പതുക്കെ നടത്തി വെളി കൊണ്ടു ചെന്ന് ഇടത്തെ കാലിൽ ചെരുപ്പും വലത്തെ കാലിൽ ചെരുപ്പ്, ഇടത്തെ കാലിലൊക്കെ ഇടുന്ന അപ്പച്ചനെ നേരെ അപ്പച്ച ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇടിയിക്കുന്ന ഒരു ആവേശം, അത് വലിയൊരു ആവേശമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ പിതൃപുത്ര ബന്ധത്തിന്റെ ആഴം അത്രയ്ക്ക് വലുതാണ്. യോഗത്തിനിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണവിടെ പതിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് മാനുഷിക പിതൃപുത്ര ബന്ധത്തിന്റെ ഗൗരവമെങ്കിൽ മാനവനെ രക്ഷിപ്പാൻ വന്ന ദൈവപുത്രന്റെ ആ പിതൃപുത്ര ബന്ധത്തിന്റെ ആഴം എത്ര വലുതെന്നുള്ളതാണ് ആമേൻ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഗൗരവമേറിയിരിക്കുന്ന കാര്യം. എന്നാൽ 22ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും പുത്രനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ഒക്കത്തില്ലല്ലോ. സ്തോത്രം, അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാ. ഇവനെ എങ്ങനെയാ സ്കൂളിൽ വിടുന്നേ? ഇവന്റെ ചെവിയിലേക്ക് കൂട്ടുകാരും എല്ലാം മ്ലേച്ഛതയും പറഞ്ഞു കൊടുക്കുവോ? ഇവന്റെ അധ്യാപകൻ വേണ്ടാത്ത വല്ലതും പഠിപ്പിക്കുവോ? ഇവന് വാഹനത്തെ കയറുമ്പം കാല് തന്നെ തലയടിച്ച് അതേൽ വീഴുവോ? ഇവന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി റോഡ് ക്രോസ് ചെയ്യുമ്പോ വലിയ അപകടം ഉണ്ടാകുവോ? ഇതൊക്കെ അപ്പന്റെ തേങ്ങല, അമ്മയുടെ തേങ്ങല. അതുകൊണ്ട് മോനെ, നീ ഇവിടെ ഇരുന്നോ, നീ വീട്ടിലിരുന്നോ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അയ്യോ, എനിക്ക് ആകെ പോകെ ഒരെണ്ണേ ഉള്ളൂ, ഇതിനെ വെളിയെ വിടുന്ന കാര്യം എനിക്ക് വലിയ ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞ ആരെങ്കിലും ഇരിക്കുവോ? ഇരിക്കത്തില്ല. തൊട്ടടുത്ത് മുട്ടാളന്മാര് പഠിക്കുന്ന ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന സ്കൂൾ ഉണ്ടെങ്കിലും ഇവനെ 25 കിലോമീറ്റർ അകലെ നല്ല അധ്യാപകരുള്ള സ്കൂളിൽ നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിക്കും. ഇത്തിരിയോടെ മെച്ചമുണ്ടെന്ന് കണ്ട കേരളത്തിന് വെളിയെ വിട്ട് പഠിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാ? അവൻ
എന്നേക്കാൾ വലിയവനാകണം. അവൻ ഏറ്റവും വലിയവനാകണം. അവൻ എത്താവുന്നതിന്റെ അങ്ങേയറ്റം എത്തണം. അവന്റെ ജ്ഞാനം വലുതായിരിക്കണം. അവന്റെ അറിവ് വലുതായിരിക്കണം. ആമേൻ. ഞാൻ അവൻ മുഖാന്തരം അറിയപ്പെടണം. ഹല്ലേലൂയ. അവൻ വലിയവനായാൽ ഞാനും വലിയവനാകും. അവന്റെ സീമാതീതമായ വളർച്ച, സ്തോത്രം, എന്റെയും വളർച്ചയ്ക്ക് കാരണമായി തീരും. ആമേൻ. പ്രിയ വർഗീസ് സാർ ഒരു സാധാരണക്കാരനാണെങ്കിൽ പാസ്റ്റർ ഇവിടെ മുമ്പ് വരുത്തിയിരുത്തി ഇത്രയും വലിയൊരു സാവകാശം ഒരുക്കി കൊടുക്കത്തില്ല. ഞാൻ എൻ്റെ കൊച്ചി ചെറുപ്പം കാലത്തൊക്കെ ഇവിടെ വരുമ്പോൾ ക്യാമ്പിന് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ വീട്ടിൽ പോയി വെള്ളം കുടിക്കാൻ പോയതും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. തനിക്ക് ലഭിച്ച അവസരങ്ങൾ നന്നായി ഉപയോഗിച്ചതുകൊണ്ട് താൻ ഇന്നൊരു വലിയ വ്യക്തിയായിട്ട് മാറി. സ്തോത്രം. എൻ്റെ കർത്താവ് അങ്ങനെയായിരുന്നു. തനിക്ക് ലഭിച്ച അവസരങ്ങളൊക്കെ താൻ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പകൽ എവിടെ കിട്ടിയാലും ജനത്തെ ഉപദേശിക്കും. രാത്രി എവിടെ കിട്ടിയാലും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. യേശു തന്റെ ഒരു സെക്കൻഡ് പോലും എന്ത് ചെയ്തില്ല? വൃഥാവാക്കി കളഞ്ഞില്ല. സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, സമയം തക്കത്തിന് ഉപയോഗിക്കുവീൻ, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുവീൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ഐഹിക ജീവിതകാലം അസ്തമിക്കുന്നതിന് മുമ്പ് നീ അറിയപ്പെടുന്നതിന്റെ മാക്സിമം അറിയപ്പെട്ടേ മതിയാകത്തുള്ളൂ. ലോകത്തിന് നിന്നെ എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അത്രമാത്രം പ്രയോജനപ്പെട്ടേ മതിയാകത്തുള്ളൂ. ആമേൻ. അതിന്റെ ശക്തമായ ചിത്രമാണ് 22-ാം സങ്കീർത്തനം. ബാശാൻ കൂറ്റന്മാർ, ബുഭുക്ഷയോടേറുന്ന സിംഹം, നായുടെ വായിൽ നിന്ന് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്തയാ അല്ലേ? മേനകാ ഗാന്ധിയുടെ മക്കളെ കൊണ്ട് നമുക്ക് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിട. ആമേൻ. സ്തോത്രം. ഉയരണമെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നാൽ നായും മരത്തില്ല, കാട്ടുപോത്തും മരത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. സമൂഹത്തോട് ഇടപെടാതെ കാറിന്റെ ചില്ലും പൊക്കിയിട്ട് നല്ല ഫുൾ AC ഇട്ട് നീ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ ഒരു നായി നിന്നെ അടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നായുള്ള സ്ഥലത്ത് നാം മാത്രമല്ല മനുഷ്യരുമുണ്ട്. അവിടെ കടന്നു ചെല്ലുമ്പോൾ നായ ആക്രമിച്ചെന്നിരിക്കും. നമ്മുടെ കർത്താവ് സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നതിന്റെ പുറകിലെ ഉദ്ദേശമെന്ന് പറയുന്നത് അങ്ങേ തലയ്ക്ക് കിടക്കുന്ന, ആരും പരിഗണിക്കാതെ കിടക്കുന്ന, അധമനായി കിടക്കുന്ന ഒരുത്തനെ കൂടെ ഉദ്ധരിക്കുവാനാണെന്നുള്ള വ്യക്തമായ ബോധ്യം എന്റെ കർത്താവിനുണ്ടായിരുന്നു. അത് നിവർത്തിക്കാൻ വേണ്ടിയിട്ട് എവിടെയും കർത്താവ് ഓടിയെത്തിയിരുന്നു. 4 ആള് കൂടുന്നിടത്ത് കർത്താവ് അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ ജനത്തിന് പ്രയോജനപ്പെടുന്നെങ്കിൽ ഒന്ന് പ്രയോജനപ്പെട്ടോട്ടെ. സ്തോത്രം. ആമേൻ. 10,000 പേര് കൂടുന്നിടത്ത് എന്റെ കർത്താവുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നിന്ന് പ്രസംഗിക്കാനോ അവിടെ നിന്ന് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനോ അവസരമില്ലേലും ഞാൻ കടന്നു പോകുമ്പോൾ വല്ലവർക്കും വിശ്വാസത്തിന്റെ ആധിക്യം വർദ്ധിച്ചിട്ട് ആമേൻ എന്റെ നീണ്ടുകിടക്കുന്ന കുപ്പായത്തിന്റെ ഒരറ്റമെങ്കിലും തൊട്ടാൽ അവർക്കൊരു വിടുതലുണ്ടായാൽ അതവർക്ക് പ്രയോജനമായി ഭവിക്കട്ടെ. എന്റെ കർത്താവിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് എന്താണ്? എന്നെ കൊണ്ട് മാക്സിമം ജനത്തിന് പ്രയോജനം ഉണ്ടാകണം.
എന്നെക്കൊണ്ട് ജനത്തിന് മാക്സിമം പ്രയോജനം ഉണ്ടാകണം. സ്തോത്രം. ആമേൻ. ചില്ലുകൂടിന്റെ അകത്തിരിക്കേണ്ട ഒരു ഉണ്ണി യേശു അല്ല ഞാൻ. ക്രൂശിന്റെ മേൽ ഹല്ലേലൂയ ആമേൻ സിമന്റ് രൂപമായി കിടക്കേണ്ട ഒരു പിരിവുകാരനല്ല ഞാൻ. ഞാൻ ആരാണ്? ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി കടന്നു വന്നവനാണ്. അതുകൊണ്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് അടുത്തിരിക്കണമേ. പിതാവേ, എന്നോട് അടുത്തിരിക്കണമേ. നീ കൈവിട്ടെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം. നമ്മുടെ പിള്ളേരൊക്കെ നമ്മൾ കിടന്നുറങ്ങുമ്പോഴേ, കൊച്ചു പിള്ളേരൊക്കെ ഹി വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഡാഡി ഈസ് വിത്ത് ഹിം അല്ലേ? അവനങ്ങ് ഉറങ്ങുമ്പോൾ ഒരു കാലെടുത്ത് നമ്മുടെ കാലിന്റെ മേളിൽ കൂടെ വെക്കും, വേറൊരു കാലെടുത്ത് കാലിന്റെ ഇടയ്ക്കൂടെ കയറ്റി വെക്കും. എന്നിട്ടും അവൻ ഉറപ്പ് വരുന്നില്ല. അവൻ എന്ത് ചെയ്യും? ഇടത്തെ കൈയെടുത്ത് നമ്മുടെ ഷർട്ടോ ഇങ്ങനെ അതിന്റെ ഇടയ്ക്കൂടെ കയറ്റിയിടും. ഇതെല്ലാം വെച്ചോണ്ട് അവൻ കിടന്നുറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഐ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൾവേസ് വിത്ത് മീ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നമുക്കൊരു ഉറക്ക സുഖം കിട്ടാൻ ഇവൻ നല്ല കൂർക്കം വലി ഉണങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കൈ പതുക്കി ഒന്ന് പിടിച്ചേച്ച് അവനെ ഒന്ന് നേരെ കിടത്തുമ്പോൾ ചാടി വീണ്ടും അവൻ പിടിക്കുക. കാരണം എന്നാ? ഹി വാണ്ടഡ് ടു മേക്ക് ഷുവർ that you are with me. നീ എന്നോട് കൂടെ ഉണ്ടല്ലോ. ഇന്ന് പകലിൽ ദൈവം ഇതല്ലേ സ്തോത്രം. മറ്റാരും കൂടെ ഇല്ലേലും സ്തോത്രം, നീ ഏകാന്തനായി ആമേൻ എന്നെ കൊണ്ട് എന്റെ കാര്യം നടത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റുപറ്റിപ്പോയി. യേശുവിനെ വിട്ടേച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. എന്റെ അടുത്ത് നീ ഇരുന്നേ മതിയാകൂ, എന്റെ ചാരത്ത് നീ ഇരുന്നേ മതിയാകൂ. കഷ്ടമടുത്തു വരുമ്പോൾ എന്നെ കൈത്താങ്ങുവാൻ നിന്റെ കരത്തിന് മാത്രമേ ബലമുള്ളെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് നൽകിയ പ്രബോധനമായി ഇന്ന് വായിച്ചു കേട്ടത്. ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻകാര് അപൂർവ സസ്യങ്ങളെ തേടി ഇങ്ങനെ നടക്കുക. അത് യുവ ശാസ്ത്രജ്ഞന്മാർക്കൊരു വലിയ ആവേശം. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം ഒരു കിണറിന്റെ ഒരു 10 അടി താഴ്ചയില് കിണറിന്റെ ഒരു വശത്തു നിന്നൊരു പ്രത്യേക ചെടി കിളുത്ത് കയറി വരുന്നു. ഈ യുവശാസ്ത്രന്മാർക്ക് അതുകൊണ്ട് വലിയ സന്തോഷമായിപ്പോയി. ഇവന്മാർ പണിത് നോക്കിയിട്ട് അത് പറിക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അതിലൊരു പയ്യൻ നടന്നു പോകുന്നു. അവർ കൈ കാണിച്ച് വിളിച്ചു പറഞ്ഞു, മോനെ, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. അങ്കിളുമാര് ഞങ്ങളുടെ കൈവശമുള്ള ഈ ബെൽറ്റും കയറൊക്കെ ഉപയോഗിച്ച് നിന്നെ 100% ഉറപ്പാക്കി കെട്ടി പതുക്കെ ഞങ്ങൾ ഈ തൊട്ടി ഇറക്കുന്ന പോലെ നിന്നെ കിണറ്റിലേക്ക് ഇറക്കും. നീ ഒരു കാര്യം ചെയ്യണം, ആ കാണുന്ന ചെടിയുണ്ടല്ലോ, പതുക്കെ പതിയെ ബലം ഉപയോഗിച്ച് പിഴുതെടുത്ത് അങ്കിളുമാർക്ക് തരണം. സമ്മതമാണോ? അവൻ ആദ്യം മടി പറഞ്ഞു, എനിക്ക് പല തിരക്കുണ്ട്. ഇല്ല മക്കളെ, നീ അത് ചെയ്തേ മതിയാകത്തുള്ളൂ. നിനക്കൊരു പാരിതോഷം തന്നേക്കാം, നിനക്കൊരു സമ്മാനം തന്നേക്കാം. സമ്മാനം തരുമോ? അങ്ങനെയാണെങ്കിൽ ഒരു 2 മിനിറ്റ് തരണേ, എനിക്കൊരു 2 മിനിറ്റ് തരണേ. അവർ വിചാരിച്ചു ഇവനൊന്നോ ധൈര്യപ്പെടാനോ ഒന്ന് മസിൽ പിടിക്കാനൊക്കെ ആണെന്ന്. ഇവൻ നേരെ ഒറ്റ ഓട്ടം കൊടുത്തു. അവർ വിചാരിച്ചു പയ്യൻ തടി ഊരിക്കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അവൻ ഓടി ചെന്നിട്ട് 2 മിനിറ്റിനകം എല്ലും തൊലിയായിരിക്കുന്ന അവന്റെ അപ്പനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വരിക. ഇവന്മാരെ അടുക്ക കൊണ്ട് നിർത്തി. എന്നിട്ട് കയറൊക്കെ കെട്ടി ബെൽറ്റൊക്കെ ശരിക്കും ഫിറ്റ് ചെയ്ത് താഴോട്ട് ഇറക്കാൻ നേരത്തെ ഇവൻ പറയാ, പപ്പ പിടിച്ചോണേ. ഇവൻ ആരോട് പറയാ? അപ്പനോട് പറയാ, പപ്പ പിടിച്ചോണേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ അവിടെ ചെന്ന് ഈ ചെടിയും പറിച്ച് വലിയ കാര്യമായിട്ട് പറിച്ച് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട്, സ്തോത്രം, ഇതിന്റെ അകത്ത് സംഘത്തലവൻ ചോദിച്ചു, എടാ പൊട്ട, ഞങ്ങളൊക്കെ കണ്ട നല്ല മസിലില്ലേടാ, നീ എന്തിനാണ് ഈ ഉണക്ക മനുഷ്യനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടെന്ന് പപ്പ പിടിച്ചോണെന്ന് പറഞ്ഞ്? എടാ പുള്ളി പിടിച്ച ഞങ്ങൾ പിടിക്കുന്നതിന് എത്ര ഒക്കോടാ. ഉടനെ പയ്യൻ പറഞ്ഞ എന്നാന്നറിയാമോ? സാറന്മാരെ, ഇന്നാ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്, ഇനി നിങ്ങളോട്ട് കാണാനും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം കയറി പിടിച്ചൊരു കാര്യം ഉറപ്പുണ്ട്, പുള്ളി എല്ലും തൊലിയാണേലും
ഈ കിണറ്റിൽ ഞാൻ വീഴാൻ അദ്ദേഹം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ഒരുക്കിയ രക്ഷ അത്രയ്ക്ക് ഗൗരവമുള്ള രക്ഷയാണ് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കഴിവുകേടല്ല, പുത്രന്റെ കാൽവറി മരണം എന്നെ നിന്നെ പുത്രന്റെ സ്ഥാനത്തിരുത്തുവാൻ മറ്റൊരു കാര്യം പോംവഴിയായിട്ട് ഇല്ലാഞ്ഞത് കൊണ്ടാണ് പിതാവ് പുത്രനെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ വിഷയത്തിലേക്ക് വേഗം വരട്ടെ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. അതുകൊണ്ടാ ഈ സങ്കീർത്തനം 22:1 കൂടെ യേശു കടന്നു പോയത് കൊണ്ടാ സങ്കീർത്തനത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നെന്ന് നമ്മുടെ കർത്താവ് കണ്ടുപിടിച്ചത് കൊണ്ടാ യോഹന്നാൻ 10:11 കർത്താവ് ചാടി പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ എന്തിനാ കൈവിട്ടത്? ഞാനൊരു നല്ല ഇടയനാണെന്ന് എന്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. നല്ല ഇടയന് ആടുകളെ രക്ഷിക്കുന്നത് അവയ്ക്ക് വേണ്ടി തകർക്കപ്പെട്ടാലാണെന്നുള്ളത് നന്നായിട്ടറിയാം. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്നാ കിട്ടി? അവസാനത്തെ വാക്യം കിട്ടി. എന്നതാ? ഒരു സന്തതി അവനെ സേവിക്കും. വേവിക്കൂന്നല്ല. ഇന്നത്തെ സഭ കർത്താവിനായിട്ട് വേവിക്കുക, വേവ് വെള്ളത്തിലിടുക കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പറയുന്ന എല്ലാം കർത്താവ് എന്ത് ചെയ്യണം? അംഗീകരിച്ച് തരണം. പ്രൈസ് ദി ലോർഡ്. അല്ല, ഈ സഭയുടെ പ്രത്യേകത എന്നാ? അങ്ങ് പറയുന്ന അതുപോലെ ഞങ്ങൾ അനുസരിച്ചോളാം. അതാ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സന്തതി അവനെ സേവിക്കും. അവൻ വെച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ ഉപദേശത്തിന്റെ അരികത്ത് ചെന്ന് അബദ്ധത്തിൽ അങ്ങോട്ട് വിവഴിയല്ല, സുവിശേഷത്തിന്റെ നിബന്ധനയ്ക്കകത്ത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അനുസരണമുള്ള പൈതലായി നിന്നെ സേവിച്ചുകൊള്ളാമെന്ന് പറയുന്ന ഒരു സന്തതി എഴുന്നേറ്റ് വരും. ഒരു സന്തതി അവനെ സേവിക്കും. അത് കഴിയുമ്പോഴോ വരുന്ന തലമുറയോട് അല്ലേ? അണ്ട ഈ വഴക്കാളി കുഞ്ഞിനോടും ഈ മര്യാദ കുഞ്ഞിനോടും വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് പ്രൈസ് ദി ലോർഡ്. വരുന്ന തലമുറയെ മടിയിലിരുത്തി പാസ്റ്ററങ്ങൾ പ്രസംഗിക്കുമ്പോൾ വാട്സാപ്പിലെ കാഴ്ച കാണിക്കുകയല്ല. സ്തോത്രം. ഐപോഡ് എടുത്ത് പരിശോധിക്കുകയല്ല. സഭായോഗത്തിന് വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർന്നില്ല. അവർ വന്ന് ജനിപ്പാനിരിക്കുന്ന ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. ആമേൻ. ആ ഒരു വലിയ ചുമതലയാണ് സഭയെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കാരോ നൽകിത്തന്നു, ഞങ്ങൾക്കാരോ നൽകിത്തന്നു. അവരൊക്കെ തിരശ്ശീലയ്ക്ക് അകത്ത് പോയി. പക്ഷേ അവർ നൽകിത്തന്നത് ഞങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനായിരുന്നു, ഞങ്ങളുടെ ഗുണീകരണത്തിനായിരുന്നു, ഞങ്ങളുടെ ആത്മീക വർധനവിനായിരുന്നു. ദൈവം ഞങ്ങളെ നിലനിർത്തി ഈ പ്രമാണം കാത്തു സൂക്ഷിച്ചത് കൊണ്ട് ഈ ഗ്രാമത്തിന്റെ അകത്ത് തലയെടുപ്പോടെ നിൽക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. ഞങ്ങളുടെ തലമുറയുടെ കാലമായപ്പോൾ ദൈവം അവരെ നന്മകളാൽ നിറച്ചു. ആമേൻ. ഞാൻ ഇവിടെ നിന്നപ്പോ ആദ്യം നോക്കിയത് എന്നാന്നറിയോ? ഈ കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയത്. ഇതുങ്ങൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കിയത്. ഇതാ നമ്മുടെ മുതൽക്കൂട്ട് കേട്ടോ. ഇതാ നമ്മുടെ ഡൗൺ പേയ്മെന്റ് അല്ലേ? നമ്മുടെ പൗലോചാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ
സ്തോത്രം. കണ്ണൊക്കെ കുഴിഞ്ഞ് അല്ലേ, കവളൊക്കെ ഒട്ടി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതിങ്ങളെ കാണുമ്പോൾ സന്തോഷ. കർത്താവേ, ഞങ്ങളുടെയൊക്കെ നിരം പോയാലും ഏറ്റെടുക്കാൻ ഈ ദീപം കെടാതെ സൂക്ഷിക്കാൻ, ഹല്ലേലൂയ, ഈ ബാറ്റൺ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ദൈവമേ നീ ഒരു സന്തതിയെ ശേഷിപ്പിക്കുന്നതിന് സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഇനി 12:45 കഴിയുമ്പോൾ നിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പ്രസംഗം കയറിയ ബില്ലും ഇല്ല, ബ്രേക്കും ഇല്ല. എന്നാലും ഞാൻ മിക്കവാറും അതൊക്കെ മാനിക്കാൻ തക്കവണ്ണം നിങ്ങളുടെയൊക്കെ മുഖഭാവം കാണുമ്പോൾ, നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ ചുമ്മാ അറിയാതെ പ്രസംഗം വന്നു പോവുക കേട്ടോ. ഞാൻ ആദ്യം ശുശ്രൂഷിച്ച സഭയിൽ ഞങ്ങൾക്കൊരു അച്ചാമ്മച്ചി ഉണ്ടായിരുന്നു. അന്ന് ക്ലോക്കൊന്നുമില്ല. പക്ഷെ ഈ അച്ചാമ്മച്ചി ഈ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ സഭ. ഈ അച്ചാമ്മച്ചിക്ക് അങ്ങോട്ട് പോകുന്ന ശ്രീമതി ബസിന്റെയും ഇങ്ങോട്ട് പോകുന്ന സെന്റ് ജോസഫ് ബസിന്റെ ഒക്കെ ടൈം കറക്റ്റ് അറിയാം. ഈ അച്ചാമ്മച്ചിക്ക് ഉച്ച കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ട സമയമാണെങ്കിൽ, ഏതാ ഇന്നേക്കൊക്കെ ഒരു 10-30 വർഷം മുമ്പത്തെ കാര്യം പറയുന്നു. കറക്റ്റ് 1 മണിയാകുമ്പോൾ അച്ചാമ്മച്ചി ഈ പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്താ ബൈബിളൊക്കെ കൊണ്ടുവരുന്നു. പ്ലാസ്റ്റിക് കൂടെ ഒരു കിലുക്ക് കിലുക്കുമ്പം എനിക്കൊക്കെ സംഗതി മനസ്സിലാകും. പാസ്റ്ററെ നിർത്തിക്കോ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പിന്നെ ഞാൻ നീട്ടുകയാണെങ്കിൽ അമ്മച്ചി ആ കൂടെടുത്തൊരു കുടച്ചിലൊക്കെ കുടഞ്ഞ് കിലുകിലുന്ന് കേൾക്കും. സ്തോത്രം. മൂക്കെ കണ്ണാടിയൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു അടയ്ക്കലൊക്കെ അടയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രസംഗം നിർത്തിക്കോണം. അപ്പൊ അങ്ങനെ പരിചയിച്ചായതുകൊണ്ട് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ട പ്രസംഗം അങ്ങ് വന്നു പോവുക. ഇരുന്ന് തരാൻ പാസ്റ്റർ എത്ര വേണേലും പറഞ്ഞോ. ദൈവത്തിന് മഹത്വം. ഞാനങ്ങനെ ദീർഘിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഈ മോശയുടെ ദർശനം വളരെ വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ബലമുള്ളതിനെയൊക്കെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തതിൽ നമ്മുടെ ദൈവത്തിന് തെറ്റുപറ്റിയതല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോശെ ഉൽപ്പത്തി കഴിഞ്ഞു, പുറപ്പാട് കഴിഞ്ഞു, ലേവ്യ കഴിഞ്ഞു. ആ ജനത്തെ ഒരുക്കിയെടുക്കേണ്ട വിധങ്ങളിലേക്കൊക്കെ ഒരുക്കിയെടുത്തു. സംഖ്യയായി കഴിഞ്ഞപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ അകത്ത് ഓരോ കുടുംബത്തെയും മോശ പരിശോധിച്ചു. ഓരോ ഗോത്രത്തിൽ നിന്നും എന്ത് ചെയ്തു? ഇങ്ങനെ വായിച്ചെങ്ങനെയാ? സംഖ്യ 1-ന്റെ പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും എന്ത് ചെയ്യണം? ഗണമായിട്ട് എണ്ണണം. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് നടക്കുന്ന, ദിസ് ഈസ് ദി സ്റ്റാഗ്നന്റ് സ്റ്റേജ് ഓഫ് ദ ചർച്ച്. ഇത് സഭയുടെ നിശ്ചല സമയത്തെ അല്ലെങ്കിൽ നിശ്ചല സംഭവമാണ് ഇത്രയും നടന്നത്. ഇനി ഈ സഭ നിശ്ചല സഭയായിരിക്കാനുള്ളതല്ല, ചലനാത്മകമായ സഭയായി മാറേണ്ടത് ആവശ്യമാണ്. നിങ്ങളെ എന്തിനാണ് ദൈവം തെരഞ്ഞെടുത്തത്? യുദ്ധത്തിനു പുറപ്പെടുവാൻ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തമ്പുരാൻ എന്തിനാണ് തെരഞ്ഞെടുത്തത്? യുദ്ധത്തിനു പുറപ്പെടുവാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിന്റെ കയ്യിലിരിക്കുന്ന മേത്രമേറിയ ഗുണഗണം നീ മറ്റുള്ളവന് കൈമാറുകയല്ലാതെ അവന്റെ കയ്യിലിരിക്കുന്ന ചീഞ്ഞ ചരക്ക്
നിന്റെ കയ്യിൽ വരാൻ നീ ഒരിക്കലും അനുവദിക്കരുത്. ആമേൻ. പരിചയപ്പെടാൻ പുറപ്പെടാനല്ല പറഞ്ഞത്. സ്തോത്രം. യൂണിയൻ കൂടാൻ പുറപ്പെടാനല്ല പറഞ്ഞത്. നീ യുദ്ധത്തിന് പുറപ്പെടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ ആരാണെന്നുള്ളത് 3 കൂട്ടുകാരെ തിരിച്ചറിയണം. ഒന്നാമത്തേത്, നിന്നെ ആരാണ് വിടുവിച്ചെടുത്തത്? രണ്ടാമത്തേത്, നിനക്കാരാണ് ഈ പദവി നൽകിയത്? മൂന്നാമത്തേത്, എന്തിനാണ് ഈ പദവി നൽകിയത്? ഈ 3 കൂട്ടം കാര്യങ്ങൾ ഇസ്രായേല് ഇതുവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവിടെ വെച്ച് തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. ലേവ്യ 1:1 സമാഗമന കൂടാരത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ മലയുടെ അങ്ങേയറ്റത്ത് മേഘത്തിൽ സംസാരിച്ച ദൈവം ഇപ്പൊ ലേവ്യ 1:1 സമാഗമന കൂടാരത്തിൽ വന്നിട്ട് ആലയത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാണ്? മോശയോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ സംഖ്യ 1:3 ദൈവത്തിന്റെ ദാസനായ മോശയോട് പറയുകയാണ്, ഇവരെ പുറപ്പെടുവിക്കണം നീ. ഇവരിവിടെ ഇരിക്കേണ്ടവരല്ല. ആമേൻ. ഇവരിലെ ഗുണഗണങ്ങൾ എന്താണെന്നുള്ളത്, ഇവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്, ഇവരെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നുള്ളത് ഇവരറിയേണ്ടതിന് ഇനി ഇവരിവിടെ ഇരിക്കേണ്ടവരല്ല, ഇവർ പുറപ്പെടേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജനത്തിന്റെ സ്വഭാവം ചുറ്റുപാടുകാർ അറിയട്ടെ. എന്റെ ജനത്തിന്റെ ലക്ഷ്യബോധം ചുറ്റുപാടുകാർ അറിയട്ടെ. എന്റെ ജനം ആരായി മാറുമെന്നുള്ളത് ചുറ്റുപാടുകാർ അറിയട്ടെ. ആദ്യം ഇവരെ വിട്ടാലേ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവരെ തെരഞ്ഞെടുത്തത് ഇവരിൽ കുറെ പേരെ പഞ്ചായത്ത് മെമ്പറാക്കാൻ വേണ്ടിയിട്ടല്ല. ഇവരിൽ കുറെ പേരെ മന്ത്രിമാരും MLA-മാരും ആക്കാൻ വേണ്ടിയിട്ടല്ല. സ്തോത്രം. ഞാനിവരെ പറഞ്ഞയക്കുന്നത് സ്തോത്രം ശത്രുക്കളെ കീഴ്പ്പെടുത്താനാണ്. ചർച്ച വീടുകാരായ 3-4 സഹോദരന്മാരുടെ അടുത്ത് വന്നു. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നിൽക്കണോ വേണ്ടയോ? അവര് വീട്ടിലാരോടും ചോദിച്ചപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു എന്തിനാ? കർത്താവിന്റെ അടുക്കം കൊണ്ടെന്ന് വെച്ചാൽ കൈസർക്കാരൻ കൊടുക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചതുപോലെ എന്നോട് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം. കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനം, കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനം. കർത്താവ് നല്ലൊരു മറുപടി കൊടുത്തു. കൈസർക്കുള്ളത് കൈസർക്കോട്, ദൈവത്തിനുള്ളത്. നാണയത്തിലിരിക്കുന്ന കൈസറിന്റെ രൂപമാണെങ്കിൽ അത് പുള്ളിക്കാൻ കൊടുത്തേരെ. നിന്നെ കണ്ടാൽ ദൈവത്തിന്റെ രൂപമാണെങ്കിൽ ദൈവത്തിന് കൊടുത്തേരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു അക്ഷരം വേണ്ടിയില്ല. അച്ഛാ നിന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർസർ നിന്ന് പറഞ്ഞിട്ടാന്ന് പറയും. നിൽക്കണ്ടെന്ന് പറഞ്ഞാലോ നിൽക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എവിടെയെങ്കിലും ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ പറയും, അന്നേ ഞങ്ങൾ പറഞ്ഞ ആ പുള്ളിയോട് ഞങ്ങൾ നിൽക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. അന്നേരം പ്രാർത്ഥിച്ചാൽ മതി എന്നാ പുള്ളി പറഞ്ഞേ. ഇപ്പാണ്ട് അവരെ തല്ലി ഇവിടെ അടിച്ചു, അവിടെ ബഹളം ഉണ്ടാക്കി. ഞങ്ങള് ജനപ്രതിനിധികളായിരുന്നില്ല എന്ത് ചെയ്തേനെ? ദൈവത്തിന് സ്തോത്രം. ഇതിനൊന്നുമല്ല കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. ആമേൻ. സ്തോത്രം. നിനക്ക് പക്വത വന്നോ, നീ ഒരു പട്ടാളക്കാരനായി മാറണം. നിനക്ക് പക്വത വന്നോ, നീ ആരായി മാറിയേ മതിയാകത്തുള്ളൂ? പട്ടാളക്കാരനായി മാറിയേ മതിയാകത്തുള്ളൂ. അയ്യോ ഇതിലേ ഞാനൊരു പൗരനല്ല, ഞാനൊരു പട്ടാളക്കാരനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ വ്യക്തമായി ബോധ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ്, ഞങ്ങൾ പൗരന്മാരല്ല, ഞങ്ങൾ പട്ടാളക്കാരാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു ശത്രുവുണ്ട്. ഹല്ലേലൂയ. അവനെ കീഴ്പ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ഹല്ലേലൂയ. 2, ശത്രു അപഹരിച്ചു കൊണ്ടുപോയതിന് മൊത്തം പിടിച്ചെടുക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ആമേൻ. ഈ ലക്ഷ്യബോധം എല്ലാവരും കൈവരിച്ചേ മതിയാകത്തുള്ളൂ. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടെന്നാണ് വായിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ മേപ്ര സഭയെ നാം യുദ്ധസന്നദ്ധരായി മാറണം. 2ാം അധ്യായം അവസാനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, 6 ലക്ഷത്തി ചില്ലുവാനും വരെ മുദ്രയിട്ട് മോശ വേർതിരിച്ചു. ആരായിട്ട്? ഇസ്രായേലിന്റെ സ്തോത്രം ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റായിട്ട്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പൈതല് സ്തോത്രം, നമ്മുടെ സഭയ്ക്കകത്ത് ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായേ മതിയാകത്തുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ശത്രുനിരകളെ തോൽപ്പിക്കുവാൻ, ദുഷ്ടനെ തകർക്കുവാൻ, അവന്റെ മേൽ ആധിപത്യം പുലർത്തുവാൻ ദൈവജനം പട്ടാളക്കാരായി മാറിയാലേ മതിയാകത്തുള്ളൂ. ഇനി ഞാനതിനെ വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ മോശയുടെ കീഴിൽ വളർന്ന യോശുവ അല്ലേ, 1-ാം അധ്യായത്തിൽ യോശുവയുടെ പുസ്തകത്തിൽ ദൈവം യോശുവയോട് പറയുക, ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് ഒരു നാൾ നീങ്ങിപ്പോകരുത്. നീ അങ്ങനെ ചെയ്താൽ ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല, ഒരുത്തനും എന്ത് ചെയ്യത്തില്ല, നിന്റെ നേരെ നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ തമ്പുരാന്റെ നേരെ നിന്ന് രക്ഷപ്പെട്ട ഒരുത്തന്റെ ചരിത്രം നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ കാണിക്കാമോ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാകത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അതിലൊന്നും വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പഴയമം പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാനിനി പുതിയമത്തിലേക്ക് വരിക. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്നാ ചെയ്തത് തന്നെ? സ്തോത്രം. അത് തിരിച്ചറിയേണ്ടത് നമ്മുടെ കാര്യമാണ്. ഞാൻ അതിന് വേദപുസ്തകത്തിലെ 1-2 വാക്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 49-ാമത്തെ അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യങ്ങളൊന്ന് നോക്കിക്കേ. ആ ആ ആ കുഴപ്പമില്ല, വായിച്ചു. ആ ആ വിടുവിക്കാം. അടുത്ത് പ്രൈസ് ദി ലോർഡ്. ആദാമിനൊരു ശത്രു ഉണ്ടായിരുന്നു, അത് ദുഷ്ടപിശാചായിരുന്നു. സ്തോത്രം. ആദാമിന്റെ കാലം കഴിഞ്ഞെങ്കിലും പിശാച് ചത്തിട്ടില്ല. വെളിപ്പാട് 20:10 വരെ പിശാച് പയർ പോലെ ഇരിക്കും കേട്ടോ. ഇന്ന് കർത്താവ് വന്നാൽ 1007 കൊല്ലം കഴിയാതെ ആ പുള്ളിയെ തൊടാൻ ഒരുത്തിനെയും കൊണ്ടൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് കർത്താവ് വന്നാൽ 7 വർഷം കഴിയുമ്പോൾ ഈ പുള്ളിയുടെ 2 ശിങ്കിടികളുണ്ട്, മൃഗവും കള്ളപ്രവാചകനും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ. സ്തോത്രം. ഒന്ന് നോക്കിക്കേ. വെളിപ്പാട് 19-ന്റെ 20-ാമത്തെ വാക്യം. ആ ആ ആ പ്രൈസ് ദി ലോർഡ്. ദൈവീകത ഇല്ലാത്തവനെയും അവന് വേണ്ടി വക്കാലത്ത് പിടിച്ചു നടക്കുന്ന അവന്റെ ആലോചനക്കാരനെയും, മൃഗം എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം എന്നാ? കാണ്ടാമൃഗം അല്ല, ദൈവീകതയില്ലാത്തത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. തന്റെ ചിന്തയിൽ ദൈവത്തിനിടം കൊടുക്കാത്തവനാണ് മൃഗം. അതിന് പെന്തിക്കോസ്തുകാരനായാലും കൊള്ളാം. ഹല്ലേലൂയ. കഴിഞ്ഞ 24 മണിക്കൂറിനകം ഒരു സ്തോത്രം പോലും പറയാത്തവൻ ആരാ? എന്തിനാ പെന്തിക്കോസ്തുകാരനാന്ന് പറഞ്ഞിരിക്കുന്നേ? അല്ലേ? ആ 2 കൈയും കൂടെ തലക്കെട്ട് ഒരേ അടിയടിച്ച് ചെറിയ വല്ലയിടത്തും പോകണം. ആ ഇടത്തെ കൈയും വലത്തെ കൈയും ചുരുട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ കൈ കൊണ്ട് ഇവിടത്തിന്റെ ഇടി കൊടുക്കണം, ഈ കൈ കൊണ്ട് ഇടി കൊടുക്കണം. എന്തിനാടാ ഞാനിങ്ങനെ പെന്തിക്കോസ്തുകാരനാന്ന് പറഞ്ഞ് നടക്കുന്നത്?
പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ ജാഗരിപ്പീൻ എന്ന് കൊലോസ് ലേഖനത്തിൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുമ്പോ എനിക്കിത് കഴിയുന്നില്ല, പിന്നെ ഞാൻ പെന്തിക്കോസ്തുകാരനാണോ? ആമേൻ, സ്തോത്രം. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മെ നോട്ടമിട്ടൊരു ദുഷ്ടപിശാചുണ്ട്. അത് നമ്മുടെ വല്യപ്പച്ചനെ പരിപാടി ഒപ്പിച്ച് പേക്കോലം കെട്ടിച്ച് ഉടുതുണിയില്ലാതെ ഇറക്കി പിടിച്ചവനാ. അറുക്കുവാനും മുട്ടിക്കുവാനും നശിപ്പിക്കുവാനും ആര് വരുന്നു? പിശാച് വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാവ് 14:17 പിശാച് എന്തിനാ വരുന്നേ? യെശയ്യാവ് 14:17 രാജ്യത്തെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? അവനാണ് നമ്മുടെ ശത്രു, അവനാണ് പിശാച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇവന്റെ തലയാ തകർക്കേണ്ടത്, ഇവനെയാണ് തകർക്കേണ്ടത്. ആരെ കൊണ്ട് കഴിയും? ആരെ കൊണ്ടും കഴിയുന്നില്ല. ഒരുത്തനും കടന്നു വന്നു. പിശാചിന്റെ ബലത്തെ കെടുക്കുവാൻ ഒരുത്തനും കടന്നു വന്നു. യെശയ്യാവ് ചോദിക്കുക, ബലവാനോട് അവന്റെ കവർച്ച പങ്കിടാമോ? നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ബലവാനോട് അവന്റെ കവർച്ച പങ്കിടാം, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാം, നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടാം. ഈ പോരാടിയവൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പിശാച് മുട്ടുകുത്തിയ ഒറ്റയിടം എന്റെ യേശുവിന്റെ കാൽവറിയാണ്. ആമേൻ, സ്തോത്രം. എബ്രായർ 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആര് വിടുവിച്ചു? യേശു തമ്പുരാൻ വിടുവിച്ചു. എന്തിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്? എന്തിനാണ് അവന് ഇത്ര നീചമായിരിക്കുന്ന മരണം ഏറ്റുവാങ്ങിയത്? ബലവാനായിരിക്കുന്ന പിശാചിന്റെ പിടിയിൽ നിന്ന് എന്നെ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടിയിട്ട്. ആമേൻ. ദാനിയേൽ 9 അധ്യായത്തിന്റെ 25 വാക്യം വായിക്കേണ്ട. റോമർ 3:25 വാക്യം, എബ്രായർ 2:17 വാക്യം, 1 യോഹന്നാൻ 2:2, 4:10 അവൻ നമുക്ക് വേണ്ടി ആരായി തീർന്നു? പ്രായശ്ചിത്ത മരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കഴിയാഞ്ഞതിനെ നമുക്ക് വേണ്ടി കാര്യസാധ്യമാക്കി തരുവാൻ നമ്മുടെ നിജസ്ഥിതി മനസ്സിലാക്കി നമുക്ക് വേണ്ടി അവൻ കാൽവറിയിൽ മരിച്ചപ്പോൾ അവൻ സാത്താനെ ആയുധവർഗം വെച്ച് കീഴ്പ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൻ നമ്മെ ആരാക്കി? അവൻ നമ്മെ സ്ഥാനാപതികളാക്കി. ഞാൻ വാക്കുകളെ ചുരുക്കണം, ഇനി അങ്ങ് പ്രസംഗിച്ചു പോയാൽ നീണ്ടുപോകും. നമ്മൾ വായിച്ച 2 തീമോഥെയോസ് 2 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ കണ്ടത്. ഇനി 3 വാക്യം വായിച്ചു. 3 വാക്യം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നീ പലരോട് കേട്ട് എന്നിൽ നിന്ന് ഗ്രഹിച്ചൊരു സാക്ഷ്യമുണ്ട്. സ്തോത്രം. അതെല്ലാവരെയും അറിയിക്കുവാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. അതിന് ഞാൻ നിന്നെ ആരാക്കിയിരിക്കുന്നേ? പട്ടാളക്കാരനാക്കിയിരിക്കുക. ഞാൻ നിന്നെ ആരാക്കിയിരിക്കുക? പട്ടാളക്കാരനാക്കിയിരിക്കുക. നിന്റെ പുറകിൽ
സ്തോത്രം. ചോദിക്കാനും പറയാനും ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സ്തോത്രം. നിനക്കൊരു നേതാവുണ്ട്, അത് സൈന്യവീരനായവനാണ്. പ്രൈസ് ദ ലോർഡ്. നിന്നെ അവൻ തെരഞ്ഞെടുത്തത് പടയ്ക്ക് വേണ്ടിയാണ്. പ്രൈസ് ദ ലോർഡ്. യുദ്ധത്തിൽ മിലിട്ടറിയിലാണ് നിന്നെ ആക്കിയിരിക്കുന്നത്. സ്തോത്രം. നിന്നെ പടയ്ക്ക് വേണ്ടി എടുത്തവനാരാണെന്ന് മറക്കരുത്. ഹല്ലേലൂയ. മറ്റൊന്നും നോക്കാതെ, ദൈവത്തിന്റെ പൈതലെ കൈക്കൂലി മേടിക്കാതെ, ആമേൻ, യാതൊന്നും കൊടുക്കാതെ നിന്നെ ഈ സ്ഥാനത്തേക്ക് തമ്പുരാൻ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? പടച്ചേർത്തവനെ പ്രസാദിപ്പിക്കാനാണ്. നീ യുദ്ധത്തിനിറങ്ങിയാൽ മതി, ജീവനകാര്യത്തിൽ നീ ഇടപെടണ്ട. സ്തോത്രം. വലിയൊരു വിഷയമാണ്, ഞാനിതിൽ കടക്കുന്നില്ല. റോമാലേഖനം 12:1 നമുക്കറിയാലോ അല്ലേ? സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്, ഒരു പുതിയ ഇംഗ്ലീഷ് തർജ്ജമ എഴുതി ഞാൻ വായിച്ച് എനിക്ക് രസം തോന്നി. മിലിറ്ററി ബെനിഫിറ്റ് ഓർത്ത്. എന്തോർത്തുകൊണ്ട്? മിലിറ്ററി ബെനിഫിറ്റ് ഓർത്തുകൊണ്ട്, പട്ടാള ആനുകൂല്യം ഓർത്തുകൊണ്ട്. സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് ദൈവം അനുവദിച്ചു തന്ന പട്ടാള ആനുകൂല്യം ഓർത്ത് ആമേൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ നല്ല തീറമുള്ള, ബലമുള്ള, പ്രയോജനമുള്ള, ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയുന്ന പട്ടാളക്കാരായി മാറുവീൻ. ആമേൻ. ഇതെല്ലാവർക്കും തന്നിരിക്കുന്ന ഒരു ചലഞ്ചാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഇതുപയോഗിക്കണം. പ്രിയമുള്ളവരെ, മിഷൻ ഫീൽഡ് തേടി എങ്ങും പോകണ്ട, എങ്ങും പോകണ്ട. ഈ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ മതി. ഈ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ മതി. ഒരാൾ നടന്നു വരികയാണെങ്കിൽ, ഇടൂ അവിടെ നിന്നോടൂ, വന്നേ, ഇയാൾ യേശുവിന്റെ രക്ഷിതാവും കർത്താവ് സ്വീകരിച്ചാന്നോ? ഇല്ലെങ്കിൽ ഇയാൾ നരകത്തിലേക്ക് പോകും കേട്ടോ എന്നല്ല പറയേണ്ടത്. ഒരു വ്യക്തിയെ കണ്ടൊന്ന് ചിരിക്കണം. അതിൽ പോകുന്ന ഒരു അപരിചിതനെ കണ്ടൊന്ന് ചിരിക്കണം. ചിരിച്ചു കഴിഞ്ഞാൽ എന്നാന്നറിയോ? ഹൃദയം തമ്മിൽ യോജിക്കുന്ന പരിപാടിയെ ചിരി എന്ന് പറയുന്നു. മൗത്ത് ഈസ് ദ വേ ടു ഹാർട്ട് എന്നാ പറയുന്നത്. മൗത്ത് ഈസ് ദ വേ ടു ഹാർട്ട്. ഹൃദയത്തിലേക്കുള്ള വഴി ഏതാ? വായ. സ്തോത്രം. ഒരാളെ കണ്ടൊന്ന് ചിരിക്കണം. ചിരിക്കണം. ഈ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയോ? ചിരിക്കാന്ന് പറഞ്ഞ് ഇതുപോലെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഞാൻ ഒരു 2 വർഷം മുമ്പ് ഒരു പുസ്തകം വായിച്ചപ്പോൾ, കുഞ്ഞായിരുന്നപ്പം 400 പ്രാവശ്യം ഒരു ദിവസം ചിരിക്കുമായിരുന്നു. 400. ചിരിച്ചില്ലേ ചിരിപ്പിക്കും അല്ലേ? അച്ചാച്ചനും ആന്റി അങ്കിളും പിന്നെ എല്ലാവരും വന്നില്ലേ, ഒന്ന് ചിരിച്ചേ ചിരിച്ചേ. കരഞ്ഞേന്നാന്ന് പറയുന്നേ. ചിരിച്ചേ. കണ്ടോടി അവിടെ ചിരി കണ്ടില്ലേ? സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ടും ചിലരിങ്ങനെ വീർപ്പിച്ചിട്ടുണ്ടിരിക്കുക. പ്രായമായി കഴിഞ്ഞ ഒരു ദിവസം 4 ചിരിയെ ചിരിക്കത്തുള്ളൂ. പ്രായമായി കഴിഞ്ഞ ഒരു ദിവസം 4 ചിരി, അതും വിഷമിച്ച. ഇനി അബദ്ധത്തിനും ചിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത്, എന്നാ കണ്ടുകൊണ്ട് ചിരിക്കാനാടൂ? പിന്നെ പല്ല് കിളിക്കുന്നതിന് മുമ്പ് എന്നാ കണ്ടോണ്ടാ ചിരിച്ചത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ നിർത്തുക എന്ന് പറഞ്ഞിട്ട് നിർത്താതിരുന്ന പിന്നെ അത് മോശമായതുകൊണ്ട് ഞാനങ്ങ് നിർത്തുക. ഒരു അപരിചിതനെ കണ്ടൊന്ന് ചിരിക്കണം. പുള്ളിയും ചിരിക്കും. എന്നാണ്ട് വിശേഷം എന്ന് ചോദിക്കണം. താൻ പോടോന്നൊന്നും പുള്ളി പറയത്തില്ല. ഒരടുപ്പം വരും. നിങ്ങളാരാ? അയ്യോ, ഞാനൊരു ദൈവവൈതല കേട്ടോ. ദൈവവൈതല എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്നാ? മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശം യേശു എന്ന നാമല്ലാതെ മറ്റൊരു നാമം ഇല്ല. സ്തോത്രം. ഞാൻ യേശുവിന്റെ വകയായി മാറി. സ്തോത്രം. ആമേൻ. നീ യേശു കാൽവറി മരിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പിന്നെ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3:16 എല്ലാവർക്കും കാണാൻ അറിയാലോ അല്ലേ? എല്ലാവർക്കും അറിയത്തില്ലേ? യോഹന്നാൻ 3:16 അറിയാവുന്ന ചോദിച്ചോളൂ. 3:17 അറിയാവോ?
യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ ന്യായവിധി നിന്റെ മേൽ കിടക്കുന്നു. ന്യായവിധി നിന്നെ നരകത്തിലേക്ക് വിടുന്നു. അതാ വിഷയം. സുഹൃത്തെ, നീ കള്ളുപിടിക്കുന്നുണ്ടോ? വീടി വലിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, നീ സ്വർഗത്തിൽ പോകും. ഇല്ല, യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. പുത്രനെ കൈക്കൊള്ളാത്തവൻ ന്യായവിധി കിടക്കുന്നു. അതുകൊണ്ട് സുഹൃത്തെ, എന്ത് ചെയ്തേ മതിയാകത്തുള്ളൂ? യേശുവിനെ കൈക്കൊള്ളണം. കുഞ്ഞെ, യേശുവിനെ കൈക്കൊണ്ടാൽ നിനക്കൊരു കുഴപ്പവും വരത്തില്ല, ഒരു കുഴപ്പവും വരത്തില്ല. സ്തോത്രം. എന്നെ കാണ്, കഴിഞ്ഞ 40 കൊല്ലമായി എന്നെ കാണ്. ആമേൻ. യേശു എന്റെ ഉള്ളത്തിലുള്ളത് കൊണ്ട് എന്റെ ജീവിതം ധന്യമായി തീർന്നു. ആമേൻ. നീ ഒരു കാര്യം ചെയ്യ, എന്റെ വീട്ടിലേക്കൊന്ന് വാ. സമയമുണ്ട്, എന്റെ വീട്ടിലേക്കൊന്ന് വാ. അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. ഇതാ സുവിശേഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉത്സാഹിച്ചാൽ ഒരു ദിവസം ഒരു ഭാവിയെ രക്ഷിക്കാം. ഒരു ഭാവിയെ രക്ഷിക്കാം. കുഞ്ഞുങ്ങളെ, കൂടെ പഠിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സ്തോത്രം. ന്യായവിധി, പുത്രനെ കൈക്കൊണ്ടില്ല എങ്കിൽ അവൻ ന്യായവിധിയിൽ കിടക്കുന്നു. സ്തോത്രം. ആമേൻ. ഈ സഭയ്ക്ക് കർത്താവ് കൊടുത്ത വലിയൊരു ദർശനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നിങ്ങളുടെ പാസ്റ്റർ ആ കാര്യം ഞങ്ങളെ അറിയിച്ചു. അതിനുള്ള ക്രമീകരണം കർത്താവിനോട് വരുത്തിയിരിക്കുക. കേരളത്തിലെ അവസാനത്തെ പാപി കൂടെ കർത്താവിനെ അറിഞ്ഞേ മതിയാകത്തുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് ചെയ്ത ഒരു വീര്യകൃത്യം ഇവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ കുറേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പോലും എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ലെങ്കിൽ എന്നെ കൊണ്ടും ഒക്കത്തില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും പറയുന്ന കാര്യം ദൈവം അതുപോലെ അനുസരിച്ച് കൊടുക്കായിരുന്നെങ്കിൽ മൊത്തം കുഴഞ്ഞേനെ, അല്ലേ? സ്തോത്രം. എന്നാലും എന്റെ കഴിവിന്റെ പരമാവധി ഈ പ്രസ്ഥാനത്തെ കരം പിടിച്ച് നടത്തുവാൻ കർത്താവ് കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടത്തെ ഭാവിയില്ലാത്ത രാഷ്ട്രീയക്കാര് ഇത്ര ആവേശം കാണിക്കുന്നെങ്കിൽ, ഭാവിയില്ലാത്ത മതവിരോധികൾ ഇത്ര ആവേശം കാണിക്കുന്നെങ്കിൽ, ഭാവി ഉള്ള ഞാനും നീ അടങ്ങിയിരുന്നാൽ ഒക്കത്തില്ല. ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് അവരിയ്ക്കുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നത്? സ്തോത്രം. യഹോവ, ഹല്ലേലൂയ, എന്നോടുകൂടെ ഒരു മഹാവീരനെ പോലെയുണ്ട്. സ്തോത്രം. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അത് മാത്രമല്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, വെറുതെ കൊടുങ്കൈയും കുത്തിയിരിക്കേണ്ട കാര്യമില്ലേ. എന്നാ ചാക്കോച്ച അങ്ങനെ ഇരിക്കും? ക്ഷമിക്കണേ, ചാക്കോച്ചെന്നാരെയും പേരുണ്ടെങ്കിൽ ഉദ്ദേശിച്ചല്ല പറഞ്ഞു. എന്റെ പഴയ പേര്, എന്റെ അപ്പന്റെ പേര് ചാക്കോന്ന, അതുകൊണ്ട് ഞാനന്ന് പറഞ്ഞു കേട്ടോ. എന്നാ ചാക്കോച്ച എങ്ങനെ ഇരിക്കുന്നു? എന്നാ പറയാനാ കർത്താവേ? ഞാൻ മാത്രം ഇങ്ങ് വന്നു, എന്റെ ഒരു 60 കോടി രൂപ ഭൂമിയിലിട്ടേച്ചാ പോകുന്നേ. അയ്യോ ചാക്കോച്ച, അതിടേണ്ട കാര്യമില്ലഞ്ഞല്ലോ. നിനക്കറിയത്തില്ലഞ്ഞോ? നിന്റെ സഭയിൽ ആരും പറഞ്ഞില്ലേ, യു കനോട്ട് ടേക്ക് മണി ടു ഹെവൻ ബട്ട് യു ക്യാൻ സെൻഡ് മണി ടു ഹെവൻ? സഭയിൽ ആരും പറഞ്ഞു തന്നില്ലഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞു തരിക. ഇവിടെ ഇരിക്കുന്ന എല്ലാ അച്ഛന്മാരോടും അമ്മാമ്മമാരോടും വെറുതെ വർഷത്തിലൊരിക്കൽ പോയി, സ്തോത്രം, ഡിവിഡന്റ് കൂട്ടി, ആമേൻ, ഡിപ്പോസിറ്റ് ഇട്ട് വർദ്ധിപ്പിക്കരുത്. കൊണ്ടാനൊക്കത്തില്ല. പിള്ളേർ പറയുന്നത് പപ്പാടെയും മമ്മിയുടെയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിക്കൊള്ളാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ പഴയ കട്ടിൽ അവർക്ക് വേണ്ട കേട്ടോ, പഴയ സോഫ അവർക്ക് വേണ്ട, ആ പഴയ കാറൊന്നും അവർക്ക് വേണ്ടെന്നേ. ദൈവത്തിന് മഹത്വം. പിന്നെ ആർക്ക് വേണം? ആവശ്യക്കാർക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ 10 പൈസ ഡിപ്പോസിറ്റ് ഇവിടെ ഇട്ടേച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ ഇതറിയും, തമ്പുരാൻ കൈകാര്യം ചെയ്യും. നാണക്കേട് നമുക്കായിരിക്കും. ഇത് വരാതിരിക്കണമെങ്കിൽ മൊത്തം ഡിപ്പോസിറ്റ് സ്വർഗത്തിലാക്കിക്കൊള്ളണം. ഇതാര് പറഞ്ഞതാ? എന്റെ യേശു പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ആ കൃപ കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. ഒന്നുകിൽ പോകാം, പട്ടാളക്കാരനായിട്ട് പോകാം, ഇല്ലെങ്കിൽ പട്ടാളക്കാരനെ സ്പോൺസർ ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ചതിന്, വേദി ഒരുക്കി തന്നതിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് നമുക്ക് ബലം പകരുമാറാകട്ടെ.